അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഭർതൃവിയോഗ ഇദ്ദ. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇദ്ദ അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. തുഹഫ വോളിയം 250. മടക്കിയെടുക്കാവുന്ന വിധത്തിൽ മൊഴി ചൊല്ലപ്പെട്ടവളും പ്രായക്കുറവ് കൊണ്ടോ മറ്റോ ബന്ധപ്പെടാൻ കഴിയാത്തവൾ ആണെങ്കിലും ഭർത്താവ് മരണപ്പെട്ടാൽ ഇത്രയും കാലം ഇദ്ദ അനുഷ്ഠിക്കണം. ഭർത്താവ് മരിച്ച് ഇദ്ദ ആചരിക്കുമ്പോൾ ഇഹ്ദാദ് അഥവാ ലളിത ജീവിതം സ്വീകരിക്കൽ നിർബന്ധമാണ്. തുഹഫ വോളിയം 250. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചവരുടെ പേരിൽ 3 ദിവസത്തിലധികം ചടഞ്ഞിരിക്കൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാൾക്കും പാടില്ല, ഭർത്താവിൻ്റെ പേരിലൊഴികെ. അവനു വേണ്ടി 4 മാസവും 10 ദിവസവും അവൾ ചടഞ്ഞിരിക്കണം എന്ന് ബുഖാരിയിൽ മുസ്ലിമിലുണ്ട്. ദുഃഖാചരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോദ്യത്തിലുള്ളതുപോലെയുള്ളത് ഇദ്ദാചരണം ഇസ്ലാമികമല്ല. ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഭർതൃവിയോഗ ഇദ്ദക്ക് വളരെ വിചിത്രമായ ചില പ്രവർത്തനങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. അക്കാലത്തെ ഇദ്ദയെക്കുറിച്ച് മഹാനായ ഇമാം ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. ജാഹിലിയത്തിൽ വിധവ ആചരിക്കുന്ന ഇദ്ദ ഇപ്രകാരമാണ്. അവൾ ഇടുങ്ങിയ ഒരു കുടിലിൽ പ്രവേശിക്കും, ഏറ്റവും മോശമായ വസ്ത്രം ധരിക്കും, സുഗന്ധമോ അലങ്കാരമുള്ളവയോ സ്പർശിക്കില്ല. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞ ശേഷം കഴുത, ആട് എന്നിവയോ പക്ഷിയോ അവരുടെ നഗ്നത സ്പർശിച്ച് ഇദ്ദ തീർക്കും. ശേഷം ആ കുടിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾക്ക് അല്പം ഉണങ്ങിയ കാഷ്ഠം കൊടുക്കും. അവൾ അത് തല ചുറ്റി എറിയും. അതോടെ ഇദ്ദ അവസാനിക്കും എന്ന് മിർഖാത്ത് 5-ാം വാള്യം 513, ഫത്വൽ ബാരി 9-ാം വാള്യം 459 ഇസ്ലാമിക ഇദ്ദ വളരെ ലളിതമാണ്. അലങ്കാരത്തിനായി ചായം മുക്കിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, സുഗന്ധവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, സ്വർണം, വെള്ളി എന്നിവയുടെ ആഭരണങ്ങൾ പകലിൽ ധരിക്കാതിരിക്കുക, സ്വർണമോ വെള്ളിയോ പൂശിയ ആഭരണങ്ങളുമായി ഉപയോഗിക്കുന്ന മുത്ത്, രത്നാദികളും ഒഴിവാക്കുക, ചെമ്പ്, ആനക്കൊമ്പ് എന്നിവയുടെ ആഭരണങ്ങളും ഒഴിവാക്കുക, സുറുമയിടുകയോ തലയിലൊഴികെ എണ്ണ തേക്കുകയോ ചെയ്യാതിരിക്കുക എന്നിവ നിർബന്ധമാണ്. തലയിൽ എണ്ണ ഉപയോഗിക്കുന്നതിനോ കുളിക്കുന്നതിനോ അഴുക്കുകൾ കഴുകി വൃത്തിയാക്കുന്നതിനോ വിരോധമില്ല എന്ന് ഫത്വൽ മുഈൻ 407, തുഹഫ വോളിയം 255, 56, 57. താമസമോ ഭർത്താവിയോഗം മൂലമോ മൊഴി 3 ചൊല്ലിയതിനാലോ ഫസ്കിനാലോ ഇദ്ദ ആചരിക്കുന്നവൾ ഇദ്ദ തീരുന്നത് വരെ മരണമോ മൊഴി ചൊല്ലിയവളോ നടക്കുമ്പോൾ അവൾ ഉണ്ടായിരുന്ന വീട്ടിലാണ് താമസിക്കേണ്ടത്. ഭർത്താവിനോ മറ്റോ അവളെ ഇറക്കി വിടാൻ അധികാരമില്ല. ഈ അവസരങ്ങളിൽ ഭക്ഷണം വാങ്ങുക, വിറകുണ്ടാക്കുക, നൂല് നുറ്റത് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പകൽ പുറത്തു പോകാം, രാത്രി പറ്റില്ല. രാത്രിയുടെ തുടക്കത്തിലായാലും പറ്റില്ല. നൂൽ നൂൽക്കാനും സംസാരിക്കാനും മറ്റും രാത്രി അയൽപക്കത്തേക്ക് പോകൽ അനുവദനീയമാണ്. പക്ഷേ സാധാരണയിൽ കൂടുതൽ സമയമെടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. മാത്രമല്ല, നേരം പോക്കിനും വർത്തമാനത്തിനും അവരുടെ വീട്ടിൽ ആളില്ലാതിരിക്കുമ്പോഴാണിത്. അവൾ മടങ്ങി വന്ന് വീട്ടിൽ തന്നെ അന്തിയുറങ്ങൽ നിർബന്ധമാണ്. ഇതയില്ലാത്തപ്പോഴെ പോലെ അന്യപുരുഷന്മാരുമായി കലരുവാനോ അവൾ കാണും വിധത്തിൽ അവളുടെ ശരീരം വെളിപ്പെടുത്തുവാനോ പാടില്ല. അത്യാവശ്യമില്ലാതെ പുറത്തു പോകുന്നതും തെറ്റാണ്. പോകുമ്പോൾ മുഴുവനും മറച്ചിരിക്കണം. അന്യപുരുഷൻ കാണുന്നുമെന്ന ധാരണയുണ്ടെങ്കിൽ അവൾ മുഖവും മുൻകൈയും കൂടി മറക്കൽ നിർബന്ധമാണ്. അന്യമതക്കാരായ സ്ത്രീകൾ കാണുന്നതിന് വിരോധമില്ല. ആർത്തവകാരിക്ക് കുളിച്ച ശേഷം കറ അവശേഷിക്കുന്ന ചായം കയ്യിൽ ഇടുന്നത് അനുവദനീയമാണെങ്കിൽ ആണെന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണെന്ന് ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഭർത്താവിൻ്റെ മരണത്തിൽ ഇദ്ദ അനുഷ്ഠിക്കുന്നവർ മൈലാഞ്ചി ഇടൽ നിഷിദ്ധമാണു എന്നും കിതാബിലുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.